Hello, all my dears. Welcome back to our YouTube channel, Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സെന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും കാണാവുന്നതാണ്. ജെൻഡർലെസ് റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, അപ്പം ഈ ഒരു സ്പ്രെഡിങ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു രീതിയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ ആ ഒരു ടൈം വളരെ നല്ല രീതിക്ക് പോയതാണ്. പക്ഷേ പിന്നീട് എപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പുറമേ നിന്നുള്ള ഒരു വ്യക്തികൾ കാരണം വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ട ഒരവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പം നേരിട്ടുള്ള ഒരു വഴക്കും പ്രശ്നങ്ങളും ആവാം. മേ ബി ഇപ്പം ഈ ഒരു പേഴ്സൺ ഓൾറെഡി വിവാഹം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാവാം. അപ്പം ആ വിവാഹം ചെയ്ത ആൾ ഈ ഒരു പ്രണയബന്ധം അറിഞ്ഞ് ഇതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇതിനിടയ്ക്ക് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മായിച്ചൻ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം അവരല്ലെങ്കിൽ പോലും പുറമേ നിന്നുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധുമിത്രാദികൾ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, മേ ബി ആ ഒരു പേഴ്സൻ്റെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുമാവാം. അപ്പം അങ്ങനെ ചില വ്യക്തികളിൽ നിന്നും വളരെയധികം മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഓരോ പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് മുൻകാലങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു റീഡിങ്ങിൽ കൃത്യമായിട്ടും നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു കാലങ്ങളിലുള്ള ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പിരിമുറുക്കത്തോടു കൂടി ഈ വ്യക്തിനെ പിടികൂടിയിരിക്കുകയാണ്. ആ ഒരു പേഴ്സണ് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സ് വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി. അവരെ സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ വേണമെന്നുള്ളൊരാഗ്രഹവും, അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത് ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പാണ്. ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിക്ക് മുൻപോട്ട് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ പുറമേ നിന്നുള്ള, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും വളരെയധികം സ്നേഹത്തോടു കൂടിയും അല്ലെങ്കിൽ ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു വ്യക്തി തന്നെയാണ്. ആ ഒരു പേഴ്സൻ്റെ സ്നേഹം നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും, അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മളോടൊരു മുഷിഞ്ഞ വാക്കുകൾ പോലും സംസാരിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ. അപ്പം ഇപ്പോഴും നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അവരുടെ സ്നേഹമെന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഒരുപോലെ ആത്മാർത്ഥമായിട്ടുള്ളതാണ് എന്നുമാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അവരുടെ സ്നേഹം ആഴക്കടലിനോളമാണ്. ഈ ആഴക്കടൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ആഴം നമുക്കറിയില്ല. അത്രത്തോളം ആഴത്തിലുള്ള ഒരു പ്രണയമാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഇപ്പം നിങ്ങളുടെ മനസ്സ് ഈ വ്യക്തി വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു വളരെ ലോലഹൃദയം ഉള്ളൊരു വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്
ആ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം. ആ വ്യക്തിയിൽ നിന്നും നമ്മൾ ഇത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ദുരുദ്ദേശങ്ങളോ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലില്ല. ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്ന പോലെ ജീവിതകാലം മുഴുവനായിട്ടും നിങ്ങളോടൊപ്പം ആ ഒരു സ്നേഹം നിലനിർത്തണമെന്നതാണ് നിങ്ങളൊരു ഒരു ആഗ്രഹമെന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് മൂലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അത് വളരെയധികം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നത്, അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഈ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വളരെയധികം മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മനസ്സിലാക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ നിന്ന് കളിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകിൽ തകരുവാനും, അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ഹൃദയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അവർ തന്നു കഴിഞ്ഞു. അത് ഇഷ്ടപ്പെടാതെയും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ഒരു പ്രണയം ബന്ധം ആ തേർഡ് പേഴ്സണ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാവാം മേ ബി അവർ നിൽക്കുന്നത്. അവരെന്തായാലും ഒരു ദുരുദ്ദേശം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് ഒരുപാട് മിണ്ടുന്നതും അല്ലെങ്കിൽ ആ ഒരു സംസാരവും ഒന്നും ഈ തേർഡ് പേഴ്സണ് ഇഷ്ടപ്പെടുന്നില്ല. അവർ നേരിട്ടും അല്ലാതെയും എല്ലാം തന്നെ ഇതിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അതൊക്കെ കൊണ്ട് ആൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഇപ്പം തന്നെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രശ്നങ്ങളും കാരണം രണ്ടിലേത് ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ഏത് പ്രശ്നം ആദ്യമേ പരിഹരിക്കണം എന്നുള്ളൊരു ആ ഒരു ഫിയർ, ആ ഒരു പേടി ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ. ഇപ്പോൾ യൂണിവേഴ്സ് നമുക്ക് അഡ്വൈസ് തരുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറേണ്ട കാര്യങ്ങളില്ല. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വളരെയധികം ഈ ഒരു സമയത്ത് മനസ്സിലാക്കുക. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരൊറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ ഒരാളെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയം നൽകുക. ആ വ്യക്തി ഒരു സ്റ്റക്കായിട്ട് നിൽക്കുമ്പം നിങ്ങൾ ആ ഒരു പേഴ്സണോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ സ്നേഹിക്കുന്നില്ല എന്നോ ഈ ഒരു പേഴ്സണോ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനെ നിങ്ങളെ കൂടുതലായിട്ടും ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. യൂണിവേഴ്സ് പറയുന്നു അവർക്ക് കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ആ ഒരു പേഴ്സനെ അവരുടേതായിട്ടുള്ള ഒരു സമയം അവർക്ക് നൽകുക. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളും അവർക്ക് മാറ്റി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ കഴിയും. അപ്പം അതിന് കുറച്ച് സമയം കൊടുക്കുക. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ നിങ്ങൾ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാത്രമേ ആ ഒരു പേഴ്സൺ പ്രാധാന്യം നൽകുന്നുള്ളൂ. ഇപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങോട്ടൊരു എന്താ പറയുക, ചില വ്യക്തികൾ അങ്ങനെയാണ്. പെട്ടെന്ന് അവർക്ക് ഓരോന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല, സമയമെടുത്തേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സമയം കൊടുക്കുക. ചില ആൾക്കാരെന്ന് പറയുമ്പോൾ സഡൻ ആയിട്ടുള്ള ആക്ഷൻ എടുക്കും. ഈ ഒരു വ്യക്തി സഡനായിട്ട് ആക്ഷൻ എടുക്കാത്തൊരു പേഴ്സണാണ്. കാരണം അതിനെപ്പറ്റി പഠിച്ച് എന്ത് ചെയ്യണമെന്ന് നോക്കി പിന്നീട് ആ ഒരു കാര്യം ചെയ്ത് തീർക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സമയം അവർക്ക് നൽകാനാണ് യൂണിവേഴ്സ് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. അല്ലാതെ ഈ വ്യക്തിനെ വിട്ട് പിരിയേണ്ട കാര്യങ്ങളില്ല എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അപ്പം ബൈ ബൈ.